കാൽവരിയിൽ ബലിയായി തീർന്ന യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് ജീവിതത്തിലുണ്ടായ വേദനകളെ മുത്തുകളാക്കി മാറ്റിയ കലാകാരൻ ഐസക് ദേവഗിരി. സഹനങ്ങൾക്ക് നടുവിലും സർഗാത്മകതയുടെ ലോകത്ത് ചിത്രരചന നടത്തി മുൾമുടിയെ പൊൻകിരീടമാക്കിയ ഇദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യമിത. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ 8 വർഷക്കാലമായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് പോയി വരാം. പക്ഷേ അതല്ല, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അപ്പനായിട്ട് ഒരു ദൈവം ഉണ്ടെന്ന്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈശോ. ആ ഈശോ നമ്മൾ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം നമ്മൾ അരികത്തേക്ക് വരികയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുന്ന വിശ്വാസത്തോട് ചോദിക്കുമ്പോൾ ദൈവം അത് മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നു. അപ്പൻ്റെ സമ്പത്ത് മുഴുവൻ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തേക്കുറിച്ച് ഒരു ആകുലതകളും നമുക്കില്ല. നാളത്തെക്കുറിച്ച് ഒന്നും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്നെപ്പോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചോദിക്കുക. അപ്പനാണ് ഈ ലോകത്തിൻ്റെ സർവാധിപനായ തമ്പുരാൻ, സ്വർഗത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും സർവാധിപനായ തമ്പുരാൻ നമുക്ക് സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പം തരും. അതും അധികാരത്തോടു കൂടി സന്തോഷത്തോടുകൂടി ചോദിക്കണം. എന്നാൽ ദൈവം അത് തന്നിരിക്കും, തന്നിട്ടുണ്ട്, ഇനിയും തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു.